സമയത്ത് കംസൻ അയച്ച തൃണാവർത്തൻ എന്ന അസുരൻ അവിടെ എത്തി. തൃണാവർത്തൻ ഒരു ചുഴലിക്കാറ്റായി മാറിയ ശേഷം ആ ശിശുവിനെ പിടിച്ചുകൊണ്ട് ആകാശത്തേക്ക് പോയി. ഗോകുലത്തിൽ അന്ധമായ ഇരുട്ടും ഭയങ്കരമായ ഒരു മുഴക്കവും ഉണ്ടായി. അതിശക്തമായ പൊടിയാൽ കുറെ നേരത്തേക്ക് ആർക്കും ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ശബ്ദം കേട്ട യശോദ വന്നു നോക്കിയപ്പോൾ തൻ്റെ മകനെ മുറ്റത്തു കണ്ടില്ല. ഇതിൽ പരിഭ്രാന്തയായ യശോദ ബോധരഹിതയായി. ബോധം വന്ന ശേഷം യശോദ ഉച്ചത്തിൽ നിലവിളിച്ചു. ഗോപികമാരും കരഞ്ഞുകൊണ്ട് നന്ദഗോപന്റെ മകനെ തിരഞ്ഞു നടന്നു. അപ്പോഴേക്കും തൃണാവർത്തൻ കൃഷ്ണനെയും കൊണ്ട് ബഹിരാകാശത്തിലേക്ക് എത്തിയപ്പോൾ തൻ്റെ തോളിലുള്ള ശിശു സുമേരു പർവ്വതം പോലെ ഭാരമുള്ളതായി തോന്നി. അസുരൻ കൃഷ്ണനെ താഴേക്ക് വിട്ടുകളയാൻ ശ്രമിച്ചു.